നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആരായിരിക്കും ആദ്യം ജയിലിലേക്ക് പോകുക? PS പ്രശാന്തോ പത്മകുമാറോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 2 മുൻ പ്രസിഡന്റുമാരെ പ്രത്യേക അന്വേഷണ സംഘം നോട്ടമിട്ടു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്മകുമാറിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും. മുൻ അധ്യക്ഷനായ വാസു ഇപ്പോൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചെയ്യൽ, അടുത്ത ഊഴം പത്മകുമാറിൻ്റേതാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പത്മകുമാറിനെ ചോദ്യം ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരിക എന്നും പറയാൻ കഴിയില്ല. PS പ്രശാന്തിനെതിരെയും ഇത്തരത്തിലുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. PS പ്രശാന്ത് കുടുങ്ങിയേക്കുമെന്ന് ഭയന്നാണ് അദ്ദേഹത്തിന് 2ാം തവണയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊരു ഊഴം നൽകാതിരുന്നത് എന്നാണ് പറയുന്നത്. CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും PS പ്രശാന്ത് ഒരു പക്ഷേ കുടുങ്ങിയേക്കും എന്നുള്ളൊരു സൂചന ലഭിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ 2ാം തവണയും അദ്ദേഹത്തിന് 2ാം ഊഴം നൽകുമെന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് 2ാം ഊഴം നൽകാതെ K ജയകുമാറിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കിയത് ഈ PS പ്രശാന്തിന് നേരെ വരുന്ന അന്വേഷണ സംഘത്തിൻ്റെ കൈകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പത്മകുമാറും PS പ്രശാന്തും അന്വേഷണ സംഘത്തിൻ്റെ വലയിൽ ആയിക്കഴിഞ്ഞു. അവരെ ഏത് സമയം ചോദ്യം ചെയ്യും. പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ ഏറെക്കുറെ ഉറപ്പായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PS പ്രശാന്തിനെയും അടുത്ത് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കാരണം ഈ 2 മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരെയും ചോദ്യം ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണപ്പാളി തട്ടിപ്പിൻ്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകും. പത്മകുമാർ 2017 പ്രസിഡൻ്റായ അതിന് ശേഷമാണ് ഈ നീക്കങ്ങളെല്ലാം, ഈ സ്വർണ്ണപ്പാളി തട്ടിപ്പിലേക്ക് വിവാദത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളെല്ലാം അവിടെ അരങ്ങേറിയത്. പത്മകുമാറിന് ശേഷം വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി. പത്മകുമാർ ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ വാസു കമ്മീഷണറായിരുന്നു. കമ്മീഷണർ നൽകുന്ന നിർദ്ദേശങ്ങളായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ അവിടെ നടന്നിരുന്നത്. കാരണം വാസുവിന് പിണറായി വിജയനുമായും CPMുമായുള്ള നല്ല അടുപ്പം അദ്ദേഹത്തിന് വലിയ ഒരു സ്വാധീനം ശബരിമലയിൽ ഉണ്ടാക്കാൻ സഹായിച്ചിരുന്നു. അതുകൊണ്ട് കമ്മീഷണറായിരിക്കുമ്പോഴും വാസു തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. ആ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡ് നടപ്പാക്കുകയായിരുന്നു. അതിനുശേഷം പത്മകുമാറിന് ശേഷം വാസു ആദ്യമായിട്ടാണ് ഒരു കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. വാസു നേരെ പ്രസിഡൻ്റായി. വാസു പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ബാക്കിയുള്ള സ്വർണ്ണപ്പാളി സ്വർണം ചെമ്പായി രേഖപ്പെടുത്തപ്പെട്ട സംഭവ വികാസം അവിടെ നടന്നത്. വാസു പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. അതിനുശേഷം 2021 ശേഷം PS പ്രശാന്ത് പ്രസിഡൻ്റായ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നത്. പ്രശാന്ത് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അകറ്റി നിർത്തണമെന്ന നിർദ്ദേശം താനാണ് നൽകിയത്. അയാൾ ദുരൂഹതയുള്ള മനുഷ്യനാണ്, താൻ നേരത്തെ തിരിച്ചറിഞ്ഞെന്നൊക്കെയാണ് പ്രശാന്ത് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പത്മകുമാറും വാസുവും ഇതിൽ പെടും എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. അത് CPMന് നന്നായി അറിയാം, മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. അതുപോലെ തന്നെ PS പ്രശാന്തും ഇതിനകത്ത് പെടാൻ സാധ്യതയുണ്ട്. PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇവരെ 2 പേരെയും തള്ളേണ്ടി വരും. അതുകൊണ്ടാണ് PS പ്രശാന്തിനെ 2ാം തവണയും ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവി 2ാം തവണ ഏറെക്കുറെ ഉറപ്പിച്ചതാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം വരുന്നതിന് മുമ്പ്. അദ്ദേഹത്തിന് ഒരു തവണ കൂടി കൊടുക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം NSSുമായും മുരാരി ബാബുവിലൂടെ NSSുമായും ഒക്കെ അടുപ്പമുണ്ടാക്കി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പാളി വിവാദം ഇടുത്തി പോലെ വന്ന് വീഴുന്നതും PS പ്രശാന്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നതും. ഏതായാലും ആരാണ് ആദ്യം അകത്തേക്ക് പോവുക എന്ന സംശയം മാത്രമേ ഇപ്പോഴുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMൻ്റെ ഈ 2 മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനും പ്രശാന്ത് നാളെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അല്ലാതാവും. ഇന്ന് വരെ മാത്രമേ അദ്ദേഹത്തിന് ചുമതലയിരിക്കാൻ കഴിയുള്ളൂ. നാളെ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുക്കുകയാണ്. ഏതായാലും ഈ 2 ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരും അകത്തേക്ക് പോകാനുള്ള വഴി നോക്കുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള പാതയിലാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.